ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ വിനോദ് മാത്യു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ പൊതുരംഗത്ത് മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സന്ധിയില്ലാത്ത നിലപാടുകളെടുക്കുന്ന അഭിവന്ദനായ ശ്രീ ശശി തരൂർ നമ്മുടെ ഉദ്ഘാടകൻ, പ്രിയങ്കരനായ തിരുവനന്തപുരം ജില്ലയുടെ നല്ല നേതാവും MLA-യുമായ ശ്രീ വിൻസെന്റ്, ശ്രീ സജു മോഹൻ, ശ്രീ ഷാജു കറാച്ചിറ, AAP-യുടെ സംസ്ഥാന നേതാക്കൾ, ജില്ലയിൽ നീതി തേടി ധർമ്മം തേടി വലിയൊരു യാത്രയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള AAP-യുടെ ബഹുമാനരായ പ്രതിനിധികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നീതി തേടി നന്മ കാംക്ഷിച്ചുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം ഇന്ന് തലസ്ഥാന നഗരിയിൽ നാം ഉയർത്തുകയാണ്. നീതികേടിന്റെ ഭരണാധികാരികൾ കാലഘട്ടത്തിൽ എപ്പോഴും തിക്താനുഭവങ്ങൾ നൽകി ചരിത്രത്തിന്റെ വികൃതമായ വശം പൂർത്തിയാക്കി കാലാവധി അവസാനിപ്പിക്കാറുണ്ട്. കിരാത ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി ചരിത്രം ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നല്ല ജനങ്ങൾ, ജനഹൃദയങ്ങൾ ഗൗരവത്തോടുകൂടി വിഷയം ചർച്ച ചെയ്യുകയാണ്. ഭാരതത്തിന്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധത്തിൽ വിദേശ രാഷ്ട്രങ്ങൾ പോലും അത് ശരിയായില്ല, കെജ്രിവാളിനെതിരെ എടുത്ത നിലപാട് ഭാരതീയ ഭരണാധികാരികൾ എടുത്തത് ശരിയല്ല എന്ന് ശക്തമായ വിദേശ രാഷ്ട്രങ്ങൾ ഇടപെടുകയാണ്, പറയുകയാണ്. എന്തിനു വേണ്ടി? കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി, കേവലം അധികാരത്തിന് വേണ്ടി സഹിഷ്ണുതയും ജനാധിപത്യവും മതേതരത്വവും മതസഹിഷ്ണുതയും തകർക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായ താക്കീതുമായി പ്രിയപ്പെട്ട പ്രതിനിധികൾ, നേതാക്കൾ സംസ്ഥാന തലസ്ഥാന നഗരിയിൽ ഉയർത്തുന്ന മുദ്രാവാക്യം കിരാത ഭരണത്തിന്റെ ഭരണാധികാരികളായ നരേന്ദ്രമോദിക്കും ആളുകൾക്കും ഇടലം കൊള്ളുന്ന ഓർമ്മകളായി മാറും ചരിത്രത്തിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ്. ഭരണാധികാരികൾ ശപിക്കപ്പെട്ട രാഷ്ട്രത്തിന്റെ നായകന്മാരായി വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ ശ്രീ കെജ്രിവാളുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേവലം രാഷ്ട്രത്തിന് വേണ്ടി എപ്പോഴാണ് നിയമം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തി ഇലക്ഷൻ കമ്മീഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുവാനും തുറങ്കൽ അടയ്ക്കുവാനും ശ്രമിച്ചാൽ നാളെ പുലരാൻ പോകുകയാണ്. ജനാധിപത്യവും മതേതരത്വവും AAP എന്ന സംഘടനയോടൊത്ത് രാജ്യത്തെ ജനകോടികൾ നിലകൊള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ഈ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിബന്ധനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഏറെ അകലയിലാണ്.
തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റാത്ത വിഷയത്തിൽ അദ്ദേഹം സന്നിധനാണ്. വിനീതനായ എന്നെ ചുമതലപ്പെടുത്തി ശ്രീ വിനോദിനെ ഉത്തരവാദിത്തപ്പെടുത്തുമ്പോൾ അളവറ്റ താല്പര്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് താങ്കൾ ഓരോരുത്തരോടൊത്തും വരുവാനും കാണുവാനും വിനീതനായി ഞാൻ എത്തിച്ചേർന്നത്. നമ്മളുടെ പ്രയാണം ശക്തമായി മുന്നോട്ട് പോകുക തന്നെ വേണം. ശ്രീ കെജ്രിവാളിനെതിരെയുള്ള നീതികേടിന്റെ എല്ലാ വിഷയവും നാളെ പ്രതിപാദിക്കപ്പെടുകയാണ്. പ്രതീക്ഷിക്കാം ഇന്നത്തെ ജഡ്ജ്മെന്റിൽ നമുക്ക് തൃപ്തിയോടുകൂടി വരട്ടെ, നീതിപൂർവ്വം വരട്ടെ. നിഷ്പക്ഷതയുടെ നീതി പുസ്തകം വായിച്ച് പഠിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവാദിത്തമുള്ള നേതാക്കൾ അങ്ങനെ തന്നിട്ടെ എന്ന് നാം പ്രത്യാശിക്കാം. ആ പ്രത്യാശ രാജ്യത്തിന്റെ പ്രത്യാശയായി മാറും, നന്മയായി മാറും. അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും എന്റെ പാർട്ടിയും എന്റെ നേതാക്കളും നിങ്ങളോടൊത്ത് നിഴൽ പോലെ ഉണ്ടാകുമെന്ന് മാത്രം പറയുകയാണ്. എല്ലാവിധ നന്മകളും ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് വിനീതനായി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.